ഈ കല്ലറ പൊളിക്കുന്നതിന് കോടതി സ്റ്റേ ചെയ്തതുമില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ കല്ലറ പൊളിച്ചുകൊണ്ട് ഈ മരണത്തിലെ ദുരൂഹത നീക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് അവിടെ വലിയ ആൾക്കൂട്ടം എപ്പോഴും ഉണ്ടാകുന്നു. ഇവർക്ക് കുടുംബത്തിന് പിന്തുണയുമായി വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ തടിച്ചുകൂടുന്നു. അവർ പോലീസിനെയും ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ തടയുന്നു. അങ്ങനെ പല കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസും ജില്ലാ ഭരണകൂടവും ഈ ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. ഈ കല്ലറ പൊളിച്ച് ഈ മരണത്തിലെ ദുരൂഹത മാറ്റുക എന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഈ ഇന്നലെയൊക്കെ പല ചാനലുകളായി പല ചർച്ചയിൽ ആളുകൾ വന്ന് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഇതിലെ പ്രശ്നം എന്ന്. ആദ്യഘട്ടത്തിലൊക്കെ ഇവർക്ക് കിട്ടിയിരുന്ന ഒരു പിന്തുണ, ഇതിലൊരു വിശ്വാസ പ്രശ്നം ആണ്. വീട്ടുകാർ ഉന്നയിക്കുന്നത് അവരുടെ ഈ സമാധി അത്തരം വിശ്വാസങ്ങളാണെങ്കിൽ ഇവർക്ക് പിന്തുണയുമായി വന്നവർ പറയുന്നത് ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ല, കുടുംബത്തിന് നോട്ടീസ് നൽകിയിട്ടില്ല എന്നതാണ്. അതൊക്കെ തീർന്നു. അപ്പൊ ആ ഘട്ടത്തിൽ ഇനിയിപ്പോ നാട്ടിൽ നിന്നൊരു വലിയ പ്രതിഷേധം അല്ലെങ്കിൽ പ്രദേശവാസികളിൽ നിന്നോ ഇത്രയും നാൾ കൂടെ നിന്നവരിൽ നിന്നോ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. ഒന്ന്, എന്ത് നടപടി ഏത് തരത്തിൽ തടസ്സപ്പെടുത്തിയാലും അത് കോടതി അലക്ഷ്യം കൂടിയാകും. തീർച്ചയായും ശ്രീജ, അത് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഈ കുടുംബാംഗങ്ങളോട് ചേർന്ന് നിന്ന ഹിന്ദുമത സംഘടനകൾ വാദിച്ചിരുന്നത് ഒരു മുന്നറിയിപ്പോ ഒരുവിധ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടല്ല എത്തിയത്. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസത്തെ തകർക്കാൻ എത്തുകയായിരുന്നു എന്നുള്ള നിലപാടിൽ ഉറച്ചുകൊണ്ടായിരുന്നു ചില ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയതും ഈ കുടുംബാംഗങ്ങൾക്ക് പിന്തുണ നൽകിയതും. എന്നാൽ അത് ബോധ്യപ്പെട്ട ഭരണകൂടം ഈ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുകയും അതിന് നോട്ടീസ് കൊടുക്കാൻ ഉൾപ്പെടെയുള്ള തയ്യാറാകുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലായിരുന്നു നമുക്കറിയാവുന്നതുപോലെ ഈ കുടുംബാംഗങ്ങൾ കോടതിയെ സമീപിച്ചതും കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു മറുപടി അല്ലെങ്കിൽ നിലപാട് കോടതി കൈക്കൊണ്ടതും. തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന് ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെ എത്തുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇന്ന് ഈ പറയുന്ന ഒരു പ്രതിഷേധത്തിന് ഇടവരുത്താൻ സാധ്യതയുണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ കുടുംബാംഗങ്ങൾ ഒഴികെ മറ്റ് സംഘടനകളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഇന്നലെ തന്നെ അവരുടെ നിലപാടുകൾ വ്യക്തമായി അവർ പിന്തിരിഞ്ഞ ഒരു ഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കാരണം അവരുടെ ചോദ്യം ഈ പറയുന്ന ഒരുവിധ അറിയിപ്പ് കൊടുക്കാതെയാണല്ലോ നിങ്ങൾ ചെയ്തത് എന്നുള്ളതിന് ഉത്തരം കിട്ടി. പോലീസ് അതിനെ ഇങ്ങനൊരു നിലപാട് ചെയ്യണം എന്നുള്ള അവർക്ക് ബോധ്യമായി. അപ്പോൾ ഇനി സ്വാഭാവികമായും നാട്ടുകാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം ഉന്നയിക്കുന്ന ഒരു ദുരൂഹത അല്ലെങ്കിൽ ആ ഒരു സംശയത്തിന് ഒരു നിവൃത്തി കാണുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ പോലീസ് എത്തുകയും മറ്റു നടപടിയിലേക്ക് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നതോടെ ഇന്നെന്തായാലും ഈ പറയുന്ന മൃതദേഹം പുറത്തെടുത്ത് മറ്റ് പരിശോധനകളൊക്കെ വരുമ്പോൾ അതിന് ഒരു പൂർണ്ണമായ ഒരു ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ സമൂഹം. ശ്രീജ, ഡാൻ കുര്യൻ കൂടി ലൈനിലുണ്ട്. ഡാൻ, ഇപ്പോൾ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഉണ്ട്. പുലർച്ചെ തന്നെ ഇപ്പോൾ അരുൺ പറയുന്നതനുസരിച്ച് ഒരു 4 മണിക്ക് ശേഷം എന്തായാലും പോലീസ് സന്നാഹം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ പോയിരുന്നതാണ്. അങ്ങനെ ഈ വീട്ടുകാരുടെ ഒരു പ്രതിഷേധത്തെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ നടപടി സുഗമമായി നടത്താൻ കഴിയുന്ന തരത്തിലാണോ ഇപ്പോൾ അവിടുത്തെ സംവിധാനങ്ങളൊക്കെ? കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടെ ഈ ഒരു കമ്മ്യൂണൽ എലമെന്റ്സ്, അതായത് ഈ വർഗീയമായ ചില ചേരിതിരിവുകൾ അവിടെ സംഭവിക്കുന്നത് പോലീസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവിടെ മാധ്യമങ്ങളുടെ സാന്നിധ്യമുള്ള സമയങ്ങളിൽ പ്രദേശത്തില്ലാത്ത മറ്റ് സമീപ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഈ വിവിധ സംഘടനകളുടെ ആളുകൾ എത്തുകയും അവർ ചേരിതിരിഞ്ഞ് പരസ്പരം പോർവിളികൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത് പോലീസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നലെ ഈ കോടതി വിധി വന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കാതിരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ അത് വീണ്ടും ഉണ്ടാകാനിടയുണ്ടോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക ഒരു പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടെയാണ് ഈ ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഹിന്ദു ഐക്യവേദി, VSPP ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഹിന്ദു ഐക്യവേദി പരസ്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളോടെ അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്തു. അതായത് ഒരു തരത്തിലും ഈ പോലീസിന്റെ നടപടികൾക്കെതിരെ ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഹൈക്കോടതിയിൽ ഈ കുടുംബം നൽകിയ ഹർജി അത് കോടതി പരിഗണിച്ചാണ് കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള സാവകാശം അവർക്ക് നൽകണമെന്ന് മാത്രമായിരുന്നു സംഘടനകളുടെ ആവശ്യം എന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിഷേധങ്ങൾ ഇനി അങ്ങ് ഉണ്ടാകാനുള്ള ഒരു
ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ വിവിധ ഘട്ടങ്ങളിലായി ഈ സ്ഥലത്തിന്റെ സമീപ സ്ഥലങ്ങളിലടക്കം സ്കാറ്റേർഡായി നിന്ന പോലീസ് സംഘം പുലർച്ചെയോടെ ഇവിടം ഈ മുഴുവൻ സ്ഥലവും നിയന്ത്രണത്തിലാക്കുകയും അതിന്റെ നടപടികളിലേക്ക്, അതായത് അതിന്റെ പ്രാഥമികമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു. അതായത് നമുക്ക് ഈ സമാധി സ്ഥലത്തിനടുത്ത് വരെ നിന്ന് ദൃശ്യങ്ങൾ എടുക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ ഇന്നലെ വൈകിട്ട് വരെ കഴിഞ്ഞിരുന്നു. നമുക്കും അങ്ങനെ തന്നെ അതിന് തൊട്ടടുത്ത് വരെ എത്താൻ കഴിഞ്ഞതാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ആയിരിക്കില്ല സാഹചര്യങ്ങൾ. ഈ ക്ഷേത്രത്തിന്റെ സമീപത്തൊരു പ്രവേശന കവാടമുണ്ട്. അതിനപ്പുറത്തേക്ക് ആരെയും കയറ്റിവിടാൻ കഴിയില്ല. പോലീസിന്റെ കർശനമായ നിയന്ത്രണത്തിലായിരിക്കും ഈ പരിസരം മുഴുവൻ. അതുകൊണ്ട് മാധ്യമങ്ങൾക്കുൾപ്പെടെ അവിടേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടാവും എന്ന കാര്യം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണ്. മാത്രവുമല്ല, അവരുടെ നടപടിക്രമങ്ങൾ സുഗമമായി അത് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അനിവാര്യവുമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെ വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താനുള്ള ഒരു നീക്കം ഇവിടെ ഈ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് വേണം പറയാൻ. പ്രത്യേകിച്ച് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, പല വഴികളിൽ കൂടെ ഈ പറയുന്ന സമാധി സ്ഥലത്തേക്ക് എത്താനാവും എന്നതാണ്. അതായത് ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, ഇതൊരു പഴയ വയലായിരുന്നു. ആ വയൽ നികത്തിയാണ് അവിടെ ഈ വീടും ക്ഷേത്രവും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമൊക്കെ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നാനാ വഴികളിലൂടെ എത്തിച്ചേരാൻ സാധിക്കും. പോലീസിന് ഒരുപക്ഷെ ഈ കർശനമായ നടപടികളിലേക്ക് കടക്കുന്നതിന് വെല്ലുവിളി തീർത്തിരുന്നത് അവിടുത്തെ ഒരു പശ്ചാത്തലം തന്നെയാണ്. കാരണം അവിടേക്ക് പല വഴികളിലൂടെ എത്താം, പ്രതിഷേധിക്കുന്നവർക്ക് പല വഴികളിലൂടെ എത്താം, അതിനെ എതിർക്കുന്നവർക്ക് പല വഴികളിലൂടെ എത്താം. അങ്ങനെ ആ സ്ഥലത്തെ പറ്റി ധാരണയുള്ള ആളുകൾക്ക് ഏത് വഴിയിലൂടെയും ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തിയതും അങ്ങനെയുള്ളൊരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 8 മണിക്ക് മുമ്പായി തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ നടപടികൾക്ക് പോലീസ് നേതൃത്വം നൽകി തുടങ്ങിയിരിക്കുന്നത്. ഡാനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് സംഘവും റവന്യൂ അധികൃതരും കടക്കുകയാണ്. RDOയുടെ നേതൃത്വത്തിലായിരിക്കും ഈ കല്ലറ പൊളിക്കുന്ന നടപടിയിലേക്ക് കടക്കുക. അവിടെ ഇപ്പോൾ താൽക്കാലികമായി ഒരു മറ തീർത്തുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ടാർപോളിൻ കൊണ്ട് 4 വശവും മറച്ചുകൊണ്ട് ഒരു സ്പേസ് അതിന് തൊട്ടടുത്ത് തന്നെ, ഈ കല്ലറയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ശരീരത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു കല്ലറ പൊളിക്കൽ നടപടി ഉണ്ടായിരുന്നെങ്കിൽ അത് മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താനൊക്കെ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. കുടുംബം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതിനകത്ത് മൃതദേഹമുണ്ടെങ്കിൽ ആ മൃതദേഹം ഈ ഭസ്മം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ മൂടിയാണ് ഈ സമാധി ഇരുത്തൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കകം ആ മൃതദേഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കല്ലറയ്ക്ക് തൊട്ടരികിലായി തന്നെ ഒരു സ്ഥലം ക്രമീകരിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്.